നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. കാര്യസ്ഥൻ എന്ന കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒരു കുഗ്രാമത്തിൽ പട്ടിണിയും പരിവട്ടവുമായി ജീവിച്ചിരുന്ന ഒരു ചെറുബാലൻ്റെ അത്യപൂർവമായ ഉയർച്ചയുടെ കഥയാണിത്. കഥയിലേക്ക് പോകാം. തമിഴ്നാട്ടിലെ തേനിയിലുള്ള ഏലത്തോട്ടത്തിൻ്റെ വിളവും കണക്കും ഒക്കെ എടുക്കാനായി അവറാച്ചൻ മുതലാളി ഇടയ്ക്ക് പോകാറുണ്ട്. അങ്ങനെ ജീപ്പിൽ പോകുന്ന ഒരു ചിത്രമാണ് നമ്മളുടെ മനസ്സിൽ വരുന്നത്. ജീപ്പ് നിറയെ തീറ്റ സാധനങ്ങളും പരിവാരങ്ങളും ഒക്കെ ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ കുടി തുടങ്ങും. ത്രേസ്യക്കുട്ടിക്ക് വന്ന് ഇതിലൊന്നും ഒരു പുതുമയുമില്ല. 2-3 ആഴ്ച കഴിഞ്ഞാണ് മടക്കം. അപ്പൻ മരിച്ചതിന് ശേഷം എല്ലാം നോക്കി നടത്തുന്നത് മൂത്ത മകൻ എന്ന നിലയിൽ അവറാച്ചനാണ്. മറ്റനിയന്മാർ റബ്ബറിൻ്റെയും കുരുമുളകിൻ്റെയും ബിയർ ബിസിനസ്സിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നോക്കി നടത്തുന്നു. തേനിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ചിലവ് കഴിഞ്ഞുള്ള കാശ് കൊണ്ടുവന്ന് കൃത്യമായി ഭാര്യയെ ഏൽപ്പിക്കും. മുതലാളി പറയുന്നതോ അതാണ് ചിലവിൻ്റെ കണക്ക്. തിരിച്ച് ചോദിച്ചാൽ നിൻ്റെ തന്തയുടെ വകയാണോ എന്നു തുടങ്ങിയുള്ള ആക്രോശമാണ്. അതുകൊണ്ട് കിട്ടിയത് മതി എന്ന് ചേടത്തിയും കരുതും. അത് ത്രേസ്യാമ്മ ഉടൻ തന്നെ കൃത്യമായി അമ്മച്ചി അന്നമ്മ ചേടത്തിയെ ഏൽപ്പിക്കും. ഒരിക്കൽ അവിടെ നിന്ന് വന്നപ്പോൾ മുതലാളി ഒരു 10-12 വയസ്സ് തോന്നിക്കുന്ന കറുത്ത് മെലിഞ്ഞുണങ്ങിയ സെൽവൻ എന്നൊരു കൊച്ചു പയ്യനെ കൂടെ കൊണ്ടുവന്നു. ജീപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവൻ പരിഭ്രാന്തിയോട് ചുറ്റും നോക്കി. വലിയ മുറ്റവും ചുറ്റും റബ്ബർ തോട്ടവും അങ്ങനെയായി ഒരു വലിയ തറവാട്. അവനെ കണ്ടപ്പോൾ അന്നമ്മച്ചേടത്തി ചോദിച്ചു, എടാ ഇതാരാ? ഇനി ഇതിൻ്റെ ചുമതല കൂടി എൻ്റെ തലയിൽ ഇടാനാണോ നിൻ്റെ ഭാവം? അല്ലെങ്കിൽ തന്നെ ഇവിടെ പിടിപ്പത് പണിയാണ്. നിനക്ക് ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അങ്ങ് മുങ്ങിയാൽ മതിയല്ലോ. തേനിയിൽ പോയിട്ട് ഇന്നേക്ക് എത്ര ദിവസമായി? നിനക്ക് വല്ല ചുമതലയുമുണ്ടോ? അന്നമ്മ ചേടത്തി സെൽവനെ നോക്കി പറഞ്ഞു. പിന്നാമ്പുറത്ത് വാടാ. ഇതും പറഞ്ഞ് അകത്തേക്ക് പോയി. ആ വലിയ തറവാട്ടിൽ അന്നമ്മ ചേട്ടത്തിയുടെ മക്കളും മക്കളുടെ മക്കളും എല്ലാവരും കൂടി ധാരാളം പേർ താമസിക്കുന്നുണ്ട്. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ തന്നെ ഊട്ടുപേരയും അടുക്കളപ്പണിക്കാരും പുറം പണിക്കാരും ഒക്കെയുണ്ട്. സെൽവനെയും ചേടത്തി അവരുടെ കൂടെ കൂട്ടി. കാലങ്ങൾ കഴിയുന്തോറും സെൽവൻ വീട്ടുകാരുടെ സ്നേഹം കവർന്നു. വലിയവർക്കും കുട്ടികൾക്കും സെൽവൻ ഒരുപോലെ പ്രിയപ്പെട്ടവനായി. കാര്യങ്ങൾ ഗ്രഹിക്കാനും ഏത് കാര്യങ്ങളും നടത്താനും സെൽവനെ കഴിഞ്ഞേ മറ്റാരും ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് സെൽവൻ ഒത്ത ഒരു പുരുഷനായി. തേച്ച് വൃത്തിയുള്ള തൂവള്ള ഷർട്ടും മുണ്ടുമുടുത്ത് നല്ല മണമുള്ള സെൻറ്റും പൂശി രാവിലെ പൂമുഖത്തവൻ വന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു അന്തസ്സാണ്. കുട്ടികൾക്ക് സെൽവൻ അവരുടെ സ്വന്തം ചേട്ടനാണ്. അവർക്ക് എന്താഗ്രഹമുണ്ടെങ്കിലും അതാരും അറിയാതെ നടത്തി കൊടുക്കും. കൃത്യം 18 വയസ്സ് തികഞ്ഞപ്പോൾ മുതലാളി അവനെ ഡ്രൈവിങ്ങിന് പഠിപ്പിക്കാൻ വിട്ടു. ലൈസൻസും എടുത്തു. ഒറ്റ തവണ കൊണ്ട് തന്നെ അവൻ പാസ്സായി. അതോടെ വീട്ടിലെ കാർ സെൽവൻ്റെ കയ്യിലായി. കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുന്നതും തിരിച്ചു വരുന്ന വഴി ടൗണിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതുമൊക്കെ സെൽവനാണ്. ഓരോ ദിവസവും കുട്ടികൾക്ക് സെൽവൻ ചേട്ടന് കൊടുക്കാൻ നീണ്ട ലിസ്റ്റ് ഉണ്ടാകും. കൊച്ചവരാൻ മുതലാളിക്ക് ഇപ്പോൾ പഴയതിനേക്കാൾ ഉത്തരവാദിത്വം കുറഞ്ഞു. പതിയെ അനിയന്മാരും ചേട്ടൻ്റെ മാർഗത്തിലൂടെ പോകാൻ തുടങ്ങി. അവർ ബിയർ ബിസിനസ് കൃത്യമായി നോക്കാതെയും റബ്ബറിൻ്റെയും കുരുമുളകിൻ്റെയും കണക്കും കാര്യങ്ങളും നോക്കാതെയും കൂട്ടുകാരുമൊത്ത് മുഴുവൻ സമയവും ഉല്ലാസത്തിലാണ്. അന്നമ്മ ചേട്ടത്തി മരിച്ചതിന് ശേഷം മാത്രമാണ് ഇത്രയും വഷളായതെന്ന് മനസ്സിലാക്കാം. അവർക്കാർക്കും അവരവരുടെ ഭാര്യമാരെ ഒട്ടും പേടിയില്ല. വന്ന് ത്രേസ്യാക്കുട്ടിക്ക് എല്ലാത്തിനും സെൽവൻ തന്നെ വേണം. അവൻ വിശ്വസ്തനാണ്. ബിയർ ബിസിനസ് അവൻ്റെ നോട്ടം ചെന്നപ്പോൾ ആണ് ഇത്രയും കുതിച്ചുയർന്നത്. എല്ലാത്തിനും കൃത്യമായ കണക്ക് ചോദിക്കുകയും കാശ് കിട്ടേണ്ടവരിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കുകയും ഒക്കെ ചെയ്ത് മൂത്ത കൊച്ചമ്മയെ സെൽവൻ കണക്കുകൾ ഏൽപ്പിക്കും. അങ്ങനെ സെൽവൻ ആ തറവാട്ടിലെ വിശ്വസ്തനായ കാര്യസ്ഥനായി മാറി. സെൽവൻ ഉള്ളതുകൊണ്ട് തറവാട്ടിലെ കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം കള്ളു കുടിച്ചിരുന്നപ്പോൾ കൂടെയുള്ളൊരു ആഭാസൻ സെൽവനെ കൂട്ടി ദുരുദ്ദേശത്തിൽ മുതലാളിയോട് എന്തോ തമാശ പറഞ്ഞു. കള്ളു കുടിച്ച് ലക്ക് കെട്ട് വീട്ടിലെത്തിയപ്പോൾ മുതലാളിയെ ഭാര്യ പതിവ് പോലെ വഴക്ക് പറഞ്ഞു. തീർന്നില്ലേ കാര്യം? കൊച്ചവരാൻ സെൽവനെ ചേർത്ത് ഭാര്യയെ ഉച്ചത്തിൽ അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ചായ്പിലുണ്ടായിരുന്ന സെൽവനും പണിക്കാരും എല്ലാം അത് കേട്ടു. ആരും തമ്മിൽ ഒന്നും പറഞ്ഞില്ല. മുഖത്തോട് മുഖം നോക്കി. സെൽവൻ
കൈവച്ച് കുമ്പിട്ടിരുന്നു. സെൽവൻ അന്ന് രാത്രിയിൽ ഉറങ്ങിയില്ല. രാവിലെ എല്ലാവരും ഉണർന്നപ്പോൾ സെൽവനെ കാണാനില്ല. പൂമുഖത്ത് ടീപ്പോയിൽ കാറിൻ്റെ താക്കോലിരിക്കുന്നു. പിന്നെ എത്ര അന്വേഷിച്ചിട്ടും സെൽവനെ കണ്ടെത്തിയില്ല. അതോടെ ആ വലിയ തറവാട് സത്യത്തിൽ ശോകമൂകമായി പോയി. വീട്ടിലെ ഓരോരുത്തർക്കും സ്വന്തം ആരോ നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞു. അവറാച്ചൻ മുതലാളി കിടപ്പിലായി. കൂട്ടുകുടുംബമൊക്കെ അണുകുടുംബങ്ങളായി മാറി. സ്വത്തെല്ലാം ഭാഗം വെച്ചു. കുട്ടികൾ പഠനവും ജോലിയും കുടുംബവും ഒക്കെയായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസമാക്കി. കാലങ്ങൾ കഴിഞ്ഞ് ജോലിയുടെ ഒരു ആവശ്യത്തിന് മഹാരാഷ്ട്രയിൽ ഒരിക്കൽ പോയ എനിക്കൊരു മാസത്തോളം അവിടെ താമസിക്കേണ്ടി വന്നു. അവിടെ ഒരു വലിയ ഹോട്ടലിൽ വെച്ചൊരു ബിസിനസ് മീറ്റിംഗ് നടക്കുമ്പോൾ സെൽവൻ വൈൻയാർഡ് എന്ന ബിസിനസ് സ്ഥാപനത്തിൻ്റെ മാനേജർ ഞങ്ങൾക്ക് അവരുടെ വൈൻയാർഡ് കാണാനുള്ളൊരു അവസരം ഒരുക്കി തന്നു. അവിടെ ചെന്ന് കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹത്തിൻ്റെ മാനേജർ വിശദീകരിച്ചു. അതിൻ്റെ ഉടമസ്ഥൻ്റെ ജീവിതം എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണെന്ന് വിവരണത്തിൽ അദ്ദേഹം പറഞ്ഞു. ജോലിക്കാരെ സ്വന്തം കുടുംബക്കാരെ പോലെയാണ് അദ്ദേഹം നോക്കുന്നത്. ഇങ്ങനെ തുടങ്ങി ഇതിൻ്റെ ഉടമസ്ഥനെ പൊക്കി പറഞ്ഞുകൊണ്ടിരുന്നു. അക്കൂട്ടത്തിൽ മാനേജർ വട്ടപൂജ്യത്തിൽ നിന്നാണ് ഈ നിലയിൽ അദ്ദേഹം എത്തിയത്. ചെറുപ്പത്തിൽ ദാരിദ്ര്യം കൊണ്ട് വീട് വിട്ട് കേരളത്തിൽ ഒരു വലിയ തറവാട്ടിലെ കാര്യസ്ഥനായി നിന്നിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തുടങ്ങിയതെന്നും. ഇത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ കുട്ടിക്കാലമെല്ലാം ഓർത്തെടുത്തു. അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ മാനേജരോട് ചോദിച്ചു. ഇന്ന് വൈകിട്ട് തന്നെ എനിക്ക് തിരിച്ചു പോകാനുള്ളതാണ്. പറ്റുവാണെങ്കിൽ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തരാൻ അദ്ദേഹത്തോട് പറയണം. മാനേജറിനോട് ഞാൻ വീണ്ടും ചോദിച്ചു. അദ്ദേഹം സുഖമില്ലാതെ റെസ്റ്റിലാണ്. ആരാണെന്നാണ് പറയേണ്ടത്? ഞാൻ ചെറുവാഴക്കുന്നിൽ ത്രേസ്യച്ചേട്ടത്തിയുടെ ഇളയ മകൻ സണ്ണിച്ചനാണെന്ന് പറഞ്ഞാൽ മതി, അദ്ദേഹം പറഞ്ഞു. അല്പനേരത്തിനകം മാനേജർ എന്നെ അകത്തോട്ട് കൂട്ടിക്കൊണ്ടുപോയി. കൊട്ടാര സമാനമായ ആ വീടിനകത്തെ സ്വീകരണ മുറിയിൽ സെൽവൻ മുതലാളി ഇരിക്കുന്നു. എന്നെ കണ്ടതും സണ്ണിച്ചോ, ഈ ജന്മം ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം ഗൽഗത്തോട് പറഞ്ഞു. ത്രേസ്യച്ചേട്ടത്തി? ഇല്ല, അമ്മച്ചി പോയി. മുതലാളി? ഇല്ല, അപ്പച്ചനും പോയി. ഒരു നിമിഷം അദ്ദേഹം മിണ്ടാതെ നിന്നു. പിന്നെ വിവരങ്ങളെല്ലാം ചോദിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. അവിടുന്ന് പോകുന്നതിന് ശേഷം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു സണ്ണിച്ച. എങ്കിലും അവിടെ നിന്ന് പഠിച്ച ചിട്ടകളും അച്ചടക്കവും ബിയർ ബിസിനസ്സിലെ വിവിധ വശങ്ങളുമെല്ലാം എനിക്ക് ഉപകരിച്ചു. ഒരു കോൺട്രാക്ടറുടെ കൂടെ ചേർന്ന് തുടങ്ങിയ കാര്യങ്ങളാണിതെല്ലാം. ഇന്ന് ഞാൻ ഇവിടം വരെ എത്തി. അവിടെ വരണമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചതാണ്. പക്ഷേ എന്തുകൊണ്ട് മുതലാളിയെ കാണാനുള്ള മടി കൊണ്ടാണ് വരാതിരുന്നത്. കുട്ടികളായ നിങ്ങളെ എല്ലാവരെയും ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ടായിരുന്നു. ഓരോന്ന് സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. എനിക്ക് തിരിച്ചു പോരേണ്ട ഫ്ലൈറ്റ് കിട്ടേണ്ടതുകൊണ്ട് തൽക്കാലം ഞാൻ അദ്ദേഹത്തോട് വിട പറഞ്ഞു. എന്നെ കെട്ടിപ്പിടിച്ച് സെൽവൻ ചേട്ടൻ കണ്ണീർ തുടയ്ക്കുന്നത് കാണാമായിരുന്നു. കഥ ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ. ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.